അപ്പോൾ നമുക്കിന്നൊരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കിയാലോ? സ്പെഷ്യൽ അച്ചാർ എന്ന് പറയാൻ കാരണം ഇത് നക്ഷത്രപ്പുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നതാണ്. ഇത് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ 2-3 ആഴ്ച നീണ്ടു നിൽക്കുന്ന യാത്രയിലായതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന പാടം ഞാനത് ഫ്രീസറിൽ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴുകി തുടച്ച് മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടാവും. 4-5 മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അത് അച്ചാറിടാമെന്ന് കരുതി. അതിനായിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അത് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കുക. അതും ഒന്ന് ചൂടാക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നമ്മളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് മതി. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതും എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയുടെ കൂടെ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ നല്ലത്, വെളിച്ചെണ്ണയേക്കാൾ കൂടുതലായിട്ട്. അപ്പോൾ സ്വർണം നല്ലെണ്ണ, പവിത്രം നല്ലെണ്ണയൊക്കെയാണ് ഇവിടെ കിട്ടാറുള്ളത്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളത് നാമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എണ്ണയാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ സാധാ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ കടുകിടുക. ഞാൻ കുറച്ച് ഉലുവ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങയൊക്കെ ആണെങ്കിൽ ഇഞ്ചി, പച്ചമുളക് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ ഞാൻ ഈ നക്ഷത്രപ്പുളി അത് അതിൻ്റേതായിട്ടുള്ളൊരു ഇതിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഒരു വേപ്പില ഇട്ടിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ എണ്ണയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉലുവയും കടുകും ഒക്കെ വറുത്തത് പൊടിച്ചെടുത്തു. എന്നിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം നമ്മളെ നക്ഷത്രപ്പുളി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി എടുക്കുക. നല്ല ടേസ്റ്റുള്ള അടിപൊളി നക്ഷത്രപ്പുളി അച്ചാർ ഇവിടെ റെഡിയാണ്.